പുല്ലൂറ്റ് മേഖലയിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, ചാപ്പാറ പന്തീരാമ്പാല റോഡ് ഉൾപ്പെടെ മേഖലയിലെ തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF പുല്ലൂറ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം ബഡ്ജറ്റുകളിൽ തുക വകയിരുത്തിയതല്ലാതെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ എടുത്തുപറയത്തക്ക യാതൊരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജെനീഷ്. പുല്ലൂറ്റ് മേഖലയിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, ചാപ്പാറ പന്തീരാമ്പാല റോഡ് ഉൾപ്പെടെ മേഖലയിലെ തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF പുല്ലൂറ്റ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജെനീഷ്. അത് 1000 രൂപ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടി പെൻഷനായി കൊടുത്തു. 1600 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ഇപ്പോൾ 2000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു എന്ന് വീമ്പിളക്കുന്നു. ആ 2000 രൂപയാക്കി വർദ്ധിപ്പിക്കുമ്പോഴും 1000 രൂപ പെൻഷൻ കൊടുക്കുമ്പോഴും ആ പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എങ്ങനെയാ? അതിനുവേണ്ടി നികുതി കൂട്ടും. ആ നികുതിയുടെ ഭാരം ആരുടെ പേരിലാണ്? നികുതി കൂടുമ്പോൾ സ്വാഭാവികമായും വിലക്കയറ്റം ഉണ്ടാകും. ആ വിലക്കയറ്റത്തിന്റെ ഭാരം ആരുടെ തലയിലാണ്? അത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ തലയിലാണ്. പിന്നെ എങ്ങനെയാണ് ഇതൊരു ക്ഷേമ പ്രവർത്തനമാകുന്നത്? പിന്നെ എങ്ങനെയാണ് ഇവിടെയുള്ള ഭരണം ഒരു ക്ഷേമത്തിന്റെ ഭാഗമായിട്ടുള്ള ഭരണമായി മാറുന്നത്? പെട്രോളിനും ഡീസലിനും 2 രൂപ അധികമായി നികുതി ഏർപ്പെടുത്തിയത് എന്തിനു വേണ്ടിയിട്ടാ? ഈ നാട്ടിനകത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാണ്. അങ്ങനെ 2 രൂപ നികുതി ഏർപ്പെടുത്തി ക്ഷേമ പെൻഷന് വേണ്ടി ലക്ഷക്കണക്കിന് കോടി രൂപ സംസ്ഥാനത്തിനകത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയുടെ ഭാഗമായി ഈടാക്കിയിട്ട് ആ പണം ഉപയോഗിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സാധിക്കുമെന്നിരിക്കെ വീണ്ടും വീണ്ടും എന്തിനാണ് സർക്കാർ നികുതി കൂട്ടുന്നത്? വീണ്ടും വീണ്ടും എന്തിനാണ് സർക്കാർ കടം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഈ സർക്കാർ പറഞ്ഞു വെക്കുന്നത് കടം വാങ്ങി കാര്യങ്ങൾ ചെയ്യുന്നതാണോ, അതല്ല സംസ്ഥാന ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതാണോ? ഏതാണ് ഏറ്റവും നല്ല ഗവേണൻസ്? ഏറ്റവും നല്ല ഗവേണൻസ് വരുമാനം വർദ്ധിപ്പിക്കുന്നതാണ്. കുടിവെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നിരിക്കെ 10-12 ദിവസങ്ങൾ കൂടുമ്പോഴാണ് വെള്ളം പൈപ്പുകളിലെത്തുന്നത്. 40 വർഷം മുമ്പ് സ്ഥാപിച്ച ജലസംഭരണിയും വിതരണ പൈപ്പുകളുമാണ് നിലവിലുള്ളത്. ഉപഭോക്താക്കളുടെ വർധനവിന് അനുസൃതമായി പുതിയ ജലസംഭരണിയും പൈപ്പ് ലൈനുകളും സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനമല്ലാതെ ഒന്നും നടന്നിട്ടില്ല. ഇതുതന്നെയാണ് 60 വർഷത്തിലേറെ പഴക്കമുള്ള തൃശൂർ കൊടുങ്ങല്ലൂർ പാതയിലെ പുല്ലൂറ്റ് പാലത്തിന്റെ സ്ഥിതിയും. TN പ്രതാപൻ MLA ആയിരുന്ന കാലത്തെ വികസന പ്രവർത്തനങ്ങളല്ലാതെ മറ്റൊന്നും ഇവിടെ നടന്നിട്ടില്ലെന്നും ഇത് പരിഹരിക്കാൻ UDF ഭരണത്തിൽ വരണമെന്നും ജെനീഷ് കൂട്ടിച്ചേർത്തു. UDF മേഖലാ ചെയർമാൻ CS തിലകൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, UDF മണ്ഡലം ചെയർമാൻ PV രമണൻ, കൗൺസിലർ കവിത മധു, മുസ്ലിം ലീഗ് നേതാവ് PS സീതി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. UDF കൺവീനർ AM അബ്ദുൽ ജബ്ബാർ സ്വാഗതവും KK ചിത്രഭാനു നന്ദിയും പറഞ്ഞു. KP സുനിൽകുമാർ, PN മോഹനൻ, KG മുരളീധരൻ, TK ലാലു, യൂസഫ് പടിയത്ത്, നിഫാഖ് കുര്യാപ്പിള്ളി, K രതീഷ്, സുലൈമാൻ പാരിപ്പറമ്പിൽ, പോളി വിധേയത്തിൽ, ES സിറാജ് എന്നിവർ നേതൃത്വം നൽകി.